ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. ഇത് കാണുന്ന ദേവയാനി കരയുന്ന കാണുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുക, എന്തിനാ മോളെ കരയുന്നേ? എല്ലാവരും ഒരു നല്ല കാര്യത്തിനല്ലേ പോയേക്കുന്നതെന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാം, ഞാൻ കാരണമല്ലേ അവർ ഇങ്ങനെ നടന്നു പോകേണ്ട വന്നേ, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമമാവുന്ന അമ്മയെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന മൂർത്തി സാറ് പറയാം, അങ്ങനെയൊന്നുമില്ല, അവർ ഭഗവാന്റെ നിയമവും അനുസരിച്ചാണ് പോയിരിക്കുന്നത്, നല്ലപോലെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് എന്ന് പറയും കേട്ടോ. അപ്പം ജാനകി ദേവയാനിയെ കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോവാണ്. അത് കഴിയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അല്ല നയനയും അനാമികയ്ക്കും ഇങ്ങോട്ട് വരാൻ ഇനി പ്രത്യേക ക്ഷണം വേണമായിരുന്നോ, അവളുമാരിവിടെ ഉണ്ടാവേണ്ട സമയമല്ലായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അതിന് നയനയുടെ അമ്മായിമ്മ തന്നെയല്ലേ പറഞ്ഞ് വരണ്ടെന്ന്. അത് ശരിയാ, അനാമികയ്ക്ക് ഇനി വേറെ ക്ഷണിച്ചു വരുത്തിയാലേ അവളിവിടെ വരുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മൂർത്തി സാറ് പറയാം, ഈ സമയത്തേലും വായിൽ നാക്കിട്ട് മിണ്ടാതിരിക്കാൻ നോക്ക്, അവർ ക്ഷേത്ര ദർശനത്തിനാണ് പോയേക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, എനിക്ക് ആകെ ടെൻഷൻ എന്ന് പറയുന്നത് അവൻ്റെ കാര്യം ഓർത്ത് അബിയുടെ, അവൻ പലതവണ നോയമ്പ് തെറ്റിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജലജ പറയാം, എൻ്റെ മോൻ എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം മുത്തശ്ശി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നവ്യ പറയുവാണ് കേട്ടോ, അവൻ നോയമ്പ് തെറ്റിച്ചൊക്കെ എൻ്റെ ഫോണിലുണ്ട്, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിപ്പോവാം കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നവ്യനെയാണ്. നവ്യ വന്ന് മുത്തശ്ശിയോട് പിന്നെ പറയാണ്, എനിക്ക് കാര്യം അവൻ്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്, സാരമില്ല മോളെ, പെണ്ണുങ്ങൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ മാറും, ഇപ്പം തന്നെ നയനയുടെ ആദർശിൻ്റെയും കാര്യം നോക്കുക, അതുകൊണ്ട് എന്തായാലും മാറ്റം വരാതിരിക്കുകയില്ല എന്നൊക്കെ പറയുക കേട്ടോ. നോയമ്പ് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും കൂടെ പോയേക്കുന്ന ആൾക്കാരൊക്കെ നല്ലപോലെ അയ്യപ്പനെ മുറുക്കെ പിടിച്ചേക്കുന്നവരാ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളോ ദുരന്തങ്ങളോ ഒന്നും നമുക്ക് കേൾക്കേണ്ട ഇടവരുമൊന്നുമില്ല, മോള് സമാധാനമായിട്ടിരിക്കുന്നു പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നയനെ വിളിക്കുവാണ് കേട്ടോ, മുത്തശ്ശനെയും. എന്നിട്ട് എല്ലാവരും പുറപ്പെട്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. അത് കഴിയുമ്പോൾ ചോദിക്കുവാണ് കേട്ടോ നയന, എരുമേലിൽ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ നടന്നു പോകുമ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു VIP സർവീസും ഇല്ല മോളെ, എല്ലാവരും പോണ പോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും പോണേ, പോയി വന്നു കഴിയുമ്പം മോളുടെ അമ്മായിമ്മ മോളെ സ്നേഹിക്കും, എല്ലാത്തിനും മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ. ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൂർത്തി സാറ് പറയുവാണ്, എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു, ജലജനെ നമ്മൾ സ്വന്തം മകളെ പോലെയാണ് നോക്കിയിരിക്കുന്നത്, എങ്കിലും അബിയുടെ സ്വഭാവത്തിലെ മാറ്റം നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ അല്ലാന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, പക്ഷേ എന്ത് പറയാനോ, നമ്മൾ എത്ര സ്നേഹിച്ചാലും അവൾക്കത് മനസ്സിലാവത്തില്ല, അത് ഉള്ളിൽ വെച്ച് തന്നെയാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പോട്ടെ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ എല്ലാവരും എരുമേലിയുടെ അടുത്ത് ചെല്ലുവാണ്. അവിടെ ഒരു വിശ്രമ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നടക്കാമെന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, വണ്ടിക്കകത്ത് ഇരുന്നതിന് എൻ്റെ കാലിലെ മസിൽ കയറി എന്നെയും കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ആകെ കിറങ്ങി നിൽക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്ന അനാമികേനെയാണ്. അനാമികയോട് രേവതി പറയുന്നുണ്ട്, മോക്ക് അവിടെ ഒന്ന് പോകാമായിരുന്നു, മലയ്ക്ക് പോകുന്ന സമയത്തേലും സാരമില്ല, നിൻ്റെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് വേണു അങ്ങ് വരും കേട്ടോ. അപ്പോൾ വേണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അനാമിക പറയുന്നുണ്ട്, അച്ഛൻ്റെ മുഖത്തായാലും പാടില്ല, അതുകൊണ്ട് അച്ഛൻ അടി കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന വേണു പറയാണ്, എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല, അടി ഇനി ആർക്കാ കിട്ടാൻ പോകുന്നതെന്ന് അവളുമാർ അറിയാൻ പോകുന്നതേ ഉള്ളൂ, മോള് സമാധാനമായിട്ടിരിക്കുക, ഞാൻ തീരുമാനം എല്ലാത്തിനും കണ്ടിട്ടുണ്ട്, അവളെക്കാളും വലിയ കരാട്ട പഠിച്ചവരും കുംഫു പഠിച്ചവരൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ, അച്ഛനെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറയും കേട്ടോ. അതേപോലെ പറയുന്നുണ്ട്, നയന എന്ന് പറയുന്നവർക്ക് എന്തോ ക്ഷീണമുണ്ട്, അവളെ പിടിച്ച് തള്ളിയതിൻ്റെയാണ് ഇപ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വാദം, സാരമില്ല നോക്കാം നമുക്ക് എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അബീനെയാണ്. അബി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം ജയൻ പറഞ്ഞിട്ട് ആദർശ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അബി പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, നീ ദേഹമാണെങ്കിൽ ഒരു പണി ചെയ്യത്തില്ലോ, വ്രതം പോലും മര്യാദയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം, അതിൻ്റെ അനുഭവിക്കുന്നതെന്ന് പറയുമ്പം അബി പറയുന്നുണ്ട്, ഞാനിവിടെ ഇരുന്നോളാം, ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് പറയണ്ട, നിങ്ങൾ പോയിട്ട് വാ, അല്ലെങ്കിൽ കാനനബാധ നിങ്ങൾ എന്നെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോരേണ്ടി വരും എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, എന്നാലും ഇവിടം വരെ വന്നിട്ട് ക്ഷേത്ര ദർശനം നടത്തണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ പമ്പ വരെ വണ്ടിക്ക് വരാം, ഏതെങ്കിലും വണ്ടി ഉണ്ടാവുമല്ലോ, ബസ്സോ എന്തേലും, എന്നിട്ട് പമ്പയിൽ നിന്ന് വല്ല ട്രോളിക്ക് പോവാം നോക്കാം, എന്നാലും 18-ാം പടി ഔട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം വേറെ മാർഗ്ഗമൊന്നും ഇല്ലാതെ അവർ പറയുകയാണ്, ഇതൊരു വിശ്രമ സ്ഥലമാണ്, ഇവിടെ നീ ഇരുന്നു, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവർ നടക്കാൻ വേണ്ടി യാത്ര തുടങ്ങുവാണ്. അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു സ്വാമി വന്ന് കാലൊക്കെ തടവി കൊടുക്കും കേട്ടോ. അപ്പോൾ അബി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവൻ കാല് തടവട്ടെ, ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം, എന്നെയും കൊണ്ടെങ്കിൽ മേലെ ഇത്രയും കിലോമീറ്റർ നടക്കാൻ എന്നൊക്കെ ചിന്തിക്കും കേട്ടോ. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അബിയുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല. അബിക്ക് ആകെ ടെൻഷനാവും കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു സ്വാമിയോട് ചെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ആ സ്വാമി കത്തിയെടുത്ത് കാണിച്ചിട്ട് മിണ്ടാതെ പോടാ എന്ന് പറയും കേട്ടോ. ഇത് കാണുമ്പോൾ അബിക്ക് മനസ്സിലാവുകയാണ്, അബി ആകെ പെട്ടുപോയി, വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ പയ്യെ കാനനപാതയിൽ കൂടെ നടക്കുക കേട്ടോ. നടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ അയ്യപ്പ ക്ഷമിച്ചേക്കണേ, അടുത്ത തവണ 41 അല്ല
60 ദിവസം വ്രതം എടുത്ത് തന്നെ ഞാൻ വന്നേക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ കാട്ടാന ചിഹ്നം വിളിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ അബി ചിന്തിക്കുന്നുണ്ട്, ഈ കാട്ടാനയുടെ കുത്തുകൊണ്ട് ഞാനിവിടെ കിടന്ന് മരിക്കുമോ, എന്ത് ചെയ്യുന്നത്, കള്ളം പറയണ്ടായിരുന്നു, അവരോട് തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. പയ്യെ പയ്യെ നടക്കുവാണ്. അതേ സമയത്ത് നവ്യ അബി വ്രതമൊന്നും എടുക്കാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നവ്യ അബിക്ക് വേണ്ടി പൂജാമുറി കയറി നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി പോകുന്ന വഴിക്ക് ഒരു ആന ചിഹ്നം വിളിക്കുന്ന കേട്ട് ഇങ്ങനെ തുറിച്ച് പേടിച്ച് നോക്കിയേക്കുന്ന അബീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്